അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഇനി ആ നീല കണ്ണുകളില്ല. പ്രകീർത്തിച്ചുകൊണ്ടൊരു കവിയും അയാളെ വർണ്ണിച്ചെഴുതിയിട്ടുമില്ല. ആരാധക വലയം സൃഷ്ടിക്കാനോ മെസ്സിയോളമോ റൊണാൾഡോയോളമോ ഓളം സൃഷ്ടിക്കാനോ അയാൾക്ക് സാധിച്ചിട്ടുമില്ല. വരാനിരിക്കുന്ന കാലങ്ങളിൽ കാൽപന്തിന്റെ ഭ്രമം പൂണ്ടവർ പുതുപിറവികളുടെ ആനന്ദത്തിൽ അയാളെ മറന്നെന്ന് തോന്നാം. അങ്ങനെ മറക്കാതിരിക്കാൻ അയാളിൽ നിന്ന് വലിയ സംഭാവനകളൊന്നും പിറന്നിട്ടില്ല. എന്നാൽ കാൽപന്തിന്റെ ആത്മാവറിഞ്ഞവർ ആ നീലക്കണ്ണുകളെ എങ്ങനെ മറക്കും? ഒന്നും നേടാത്തവനെ പോലെ ഒരു വിരഹകാമുകരെന്നോണം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പടിയിറങ്ങുമ്പോൾ ഒരു നെടുവീർപ്പോടെ കണ്ടു നിൽക്കുന്ന ആരാധകർക്ക് അയാൾ പലതുമായിരിക്കണം. ആ മനുഷ്യനൊരു കഥയായാൽ അതിനെന്ത് തലക്കെട്ടിടണമെന്ന് എനിക്കറിയില്ല. റെക്കോർഡുകളുടെ പിൻബലമോ മികച്ചവനെന്ന വെളിപ്പേരോ ഇല്ലാത്തതിനാൽ ജയിച്ചവരുടെയും മികച്ചവരുടെയും ചരിത്രം മാത്രമെന്ന ഗ്രന്ഥത്തിൽ ആ നാമത്തിന് എന്ത് പ്രസക്തി? അതെ, അയാൾ പടിയിറങ്ങുകയാണ്. ഒന്നും നേടാത്തവനായല്ല, എല്ലാം നേടിയവനുമായല്ല. അയാൾ ഒരിക്കലും മോശമല്ല, അയാൾ ഒരിക്കലും മികച്ചവനുമല്ല. ഒരു പതിറ്റാണ്ടിലേറെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കാത്ത